എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ചില ഒറ്റമൂലികളെപ്പറ്റി നോക്കാം. ഇഞ്ചി നീരും ഉപ്പും ചേർത്ത് കഴിക്കുന്നത് ദഹനക്കേട് മാറ്റും. അയമോദകം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് വയറുവേദനയ്ക്ക് നല്ലതാണ്. ഗ്യാസ് ട്രബിൾ മാറാൻ ജീരകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. കായം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് വയറ് വീർക്കുന്നത് കുറയ്ക്കും. വെളുത്തുള്ളി പാലിലിട്ട് പുഴുങ്ങി കഴിക്കുന്നത് ഗ്യാസ് മാറാൻ നല്ലതാണ്. മോരിൽ കറിവേപ്പിലയും ഇഞ്ചിയും ചേർത്ത് കുടിക്കുന്നത് ദഹനത്തിന് മികച്ചതാണ്. കരിക്കിൻ വെള്ളം വയറിലെ ചൂടും അസിഡിറ്റിയും കുറയ്ക്കാൻ സഹായിക്കും. ഉലുവ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വയറിളക്കം മാറാൻ സഹായിക്കും. മലബന്ധം മാറാൻ പഴുത്ത പപ്പായ പതിവായി കഴിക്കുക. കറിവേപ്പില അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നത് വയറിളക്കം മാറാൻ സഹായിക്കും. ചെറുനാരങ്ങയുടെ നീര് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കുടിക്കുന്നത് ക്ഷീണം മാറാൻ സഹായിക്കും. പുതിന ഇലയുടെ നീരെടുത്ത് കുടിക്കുന്നത് ദഹനം മികച്ചതാക്കും. ചുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വിശപ്പുണ്ടാക്കാൻ സഹായിക്കും. നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് അസിഡിറ്റി കുറയ്ക്കാൻ നല്ലതാണ്. പെരിഞ്ജീരകം ആഹാരത്തിന് ശേഷം ചവച്ച് കഴിക്കുന്നത് ഗ്യാസ് കുറയ്ക്കും. മഞ്ഞൾ മോരിൽ ചേർത്ത് കുടിക്കുന്നത് വയറ്റിലെ അണുബാധ കുറയ്ക്കും. ഉണക്കമുന്തിരി രാത്രി വെള്ളത്തിലിട്ട് രാവിലെ കഴിക്കുന്നത് മലബന്ധം മാറ്റും. പപ്പായയുടെ വിത്തരച്ച് തേനിൽ ചേർത്ത് കഴിക്കുന്നത് വിരശല്യം കുറയ്ക്കും. വാഴപ്പിണ്ടിയുടെ നീര് കുടിക്കുന്നത് വയറ്റിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കും. തുളസിയില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വിശപ്പുണ്ടാക്കാൻ സഹായിക്കും. കരിമ്പിന്റെ നീര് വയറിലെ ഉഷ്ണം കുറയ്ക്കാൻ സഹായിക്കും. തേൻ ഇഞ്ചിനീരിൽ ചേർത്ത് കഴിക്കുന്നത് ദഹനത്തിന് മികച്ചതാണ്. ഗ്രാമ്പു ചവച്ച് കഴിക്കുന്നത് ഗ്യാസ് മാറാൻ സഹായിക്കും. ഏലക്ക പൊടിച്ച് വെള്ളത്തിൽ കുടിക്കുന്നത് ഓക്കാനം മാറാൻ നല്ലതാണ്. കറുകയുടെ നീരെടുത്ത് കുടിക്കുന്നത് വയറ്റിലുണ്ടാകുന്ന പുണ്ണുകൾ മാറാൻ നല്ലതാണ്. കുമ്പളങ്ങയുടെ നീര് കുടിക്കുന്നത് അസിഡിറ്റി കുറയ്ക്കാൻ മികച്ചതാണ്. ആഹാരത്തിന് ശേഷം അല്പം ശർക്കര കഴിക്കുന്നത് ദഹനത്തിന് സഹായിക്കും. കുരുമുളക് കൽക്കണ്ടം ചേർത്ത് കഴിക്കുന്നത് വയറ്റിലെ കൃമി മാറ്റാൻ നല്ലതാണ്. വയം പുരച്ച് നൽകുന്നത് കൊച്ചുകുട്ടികളിലെ വയറുവേദനയ്ക്ക് നല്ലതാണ്. പനിക്കൂർക്കയുടെ നീരെടുത്ത് കുടിക്കുന്നത് വയറ്റിലുണ്ടാകുന്ന ഗ്യാസ് കുറയ്ക്കും. വാഴപ്പൂവ് തോരൻ വെച്ച് കഴിക്കുന്നത് ആർത്തവകാലത്തെ വയറുവേദന കുറയ്ക്കും. മല്ലി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ദഹനത്തിന് നല്ലതാണ്. നെല്ലിക്കപ്പൊടി മോരിൽ ചേർത്ത് കുടിക്കുന്നത് അസിഡിറ്റി കുറയ്ക്കും. കറുവപ്പട്ട പൊടിച്ച് തേനിൽ ചേർത്ത് കഴിക്കുന്നത് വയറുവേദനയ്ക്ക് നല്ലതാണ്. തഴുതാമയുടെ ഇല കറിവെച്ച് കഴിക്കുന്നത് മലബന്ധം കുറയ്ക്കും. മുരിങ്ങ ഇലയുടെ നീര് കുടിക്കുന്നത് രക്തശുദ്ധിക്കും വയറിനും നല്ലതാണ്. ഈന്തപ്പഴം കഴിക്കുന്നത് ദഹനത്തിനും വിളർച്ചയ്ക്കും നല്ലതാണ്. ആടലോടകത്തിന്റെ നീര് കുടിക്കുന്നത് വയറ്റിലെ കൃമിശല്യം മാറ്റാൻ സഹായിക്കും. വെള്ളരിക്ക കഴിക്കുന്നത് വയറിലെ ചൂട് കുറയ്ക്കും. ബീട്രൂട്ടിന്റെ ജ്യൂസ് കുടിക്കുന്നത് ദഹനത്തിന് സഹായിക്കും. ക്യാബേജിന്റെ നീര് കുടിക്കുന്നത് വയറിലെ അൾസർ മാറാൻ നല്ലതാണ്. ജീരകവും കൽക്കണ്ടവും പൊടിച്ചു കഴിക്കുന്നത് വയറിലെ പുകച്ചിൽ കുറയ്ക്കും. തണുത്ത പാല് കുടിക്കുന്നത് നെഞ്ചെരിച്ചിൽ കുറയ്ക്കും. ഞെരിഞ്ഞിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് മൂത്രതടസ്സത്തിനും വയറിനും നല്ലതാണ്. ത്രിഫലപ്പൊടി ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് മലബന്ധം മാറ്റും. ഇരട്ടിമധുരം കഷായം വെച്ച് കുടിക്കുന്നത് അൾസറിന് നല്ലതാണ്. തണ്ണിമത്തം കഴിക്കുന്നത് വയറിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ചിറ്റമൃതിന്റെ നീര് കുടിക്കുന്നത് വയറ്റിലെ അണുബാധ കുറയ്ക്കും. കരിഞ്ജീരകം ചായയിൽ ചേർത്ത് കുടിക്കുന്നത് ഗ്യാസ് മാറ്റും. ആര്യവേപ്പില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വിരശല്യം മാറ്റും.